ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വരാപ്പുഴയിലെ വരാഹസ്വാമി ക്ഷേത്രം. എറണാകുളം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വരാപ്പുഴ എത്തിച്ചേരാം. ഈ വരാപ്പുഴ വരാഹസ്വാമി ക്ഷേത്രം ഏതാണ്ട് 450 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ആദ്യം ഇവിടത്തെ പ്രതിഷ്ഠ അത്യുഗ്ര നരസിംഹമൂർത്തിയായിരുന്നു. 8 തൃക്കൈകളോടുകൂടി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാലിലെ തുടയിൽ ഹിരണ്യകശിപുവിനെ കിടത്തി കുടൽമാല പുറത്തെടുത്ത് മാലയായിട്ട് സ്വീകരിച്ച് നിൽക്കുന്ന അത്യുഗ്രഭാവത്തോടുകൂടിയ നരസിംഹമൂർത്തിയായിരുന്നു ഇവിടെ പ്രതിഷ്ഠ. കുറേ അനർത്ഥങ്ങളും ഒക്കെ കാണുന്നു എന്ന് ആയപ്പോഴേക്കും ആ ദേശത്തിന് ചേരാത്ത ഒരു പ്രതിഷ്ഠയാണ് എന്നും ഒക്കെ തോന്നിയപ്പോൾ അക്കാലത്ത് കാശി മഠാധിപതിയായിരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ കാശി മഠാധിപതിയായിരുന്ന വിജയേന്ദ്രസ്വാമികൾ ഈ വരാപ്പുഴയിലെ ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നപ്പോൾ ഈ നരസിംഹമൂർത്തിയുടെ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റി തൻ്റെ പക്കലുണ്ടായിരുന്ന വരാഹസ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചു. ഈ നരസിംഹമൂർത്തി ഇപ്പോൾ കർണാടകയിലെ മംഗലാപുരത്തിന് അടുത്തുള്ള മുൽക്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെങ്കടരമണ ക്ഷേത്രത്തിൽ ദർശിക്കാവുന്നതാണ്. അതോടുകൂടി വരാഹസ്വാമിയുടെ ക്ഷേത്രമായതോടുകൂടി ഈ പ്രദേശം വരാഹപുരം പിന്നീട് വരാപ്പുഴയായി എന്നും ഐതിഹ്യത്തിൽ പറയുന്നു. ഈ ക്ഷേത്രത്തിൽ ഗർഭഗൃഹത്തിന് അകത്തായിട്ട് സിംഹാസനത്തിൽ ഏറ്റവും മുകളിൽ വെങ്കടാചലപതി ലക്ഷ്മീദേവിയോടും ഭൂമിദേവിയോടും ചേർന്നുള്ള പ്രതിഷ്ഠ, അതിനു താഴെ വരാഹസ്വാമിയുടെ പ്രതിഷ്ഠ. കൂർമ്മത്തിന് മുകളിലായിട്ട് വരാഹസ്വാമി നിൽക്കുന്ന സ്വരൂപം, പുറകിലായിട്ട് നാഗഫണം, ആ നാഗഫണത്തിൻ്റെ മുകളിലായി ഒരു കടുകോളം വലുപ്പത്തിൽ എന്നൊക്കെ പറയുമല്ലോ ഭൂമി. ഇങ്ങനെ അതിവിശിഷ്ടമായ ഈ വിഗ്രഹം വേറെ എങ്ങും കാണുവാനായിട്ട് സാധിക്കില്ല. അതിനു താഴെയായിട്ടുള്ള പടിയിൽ വീണ്ടും വെങ്കടാചലപതി മൂർത്തിയുടെ പ്രതിഷ്ഠ. അതുകൂടാതെ പ്രധാനമായിട്ടിവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ഗണപതി, നാഗങ്ങൾ മുതലായവ ഉപപ്രതിഷ്ഠകളായിട്ട് ഉണ്ട്.